DLED കേരള ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നടന്ന സയൻസ് EVS ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ചിരുന്നു ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പൊ എല്ലാവരോടും പറഞ്ഞ ഒരു അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇന്ന് മാത്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ് കിട്ടാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ഒരു ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഏതായാലും ഇന്ന് നമ്മൾ മാത്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്സിൽ എങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മാത്സിലുള്ള കോണ്ടന്റ് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പെഡഗോജി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാത്സിലുള്ള പെഡഗോജി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉപയോഗിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ അതിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിൽ പെഡഗോജി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അല്ലാത്ത ചോദ്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും. എല്ലാ മിക്സ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന്റെ എല്ലാം കണക്റ്റീവ് ഫാക്റ്റുകളും. ഇനി ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം എന്നാൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാം എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഈ ഒരു ക്ലാസ്സിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏതായാലും എല്ലാവരും നോട്ടും പേനയും ബുക്കൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ ഏതായാലും നമ്മൾ മാത്സിന്റെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ക്ലാസ് കേൾക്കാത്തവരുണ്ടാവും. ഓക്കെ, ഇന്ന് ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? DLED കേരള ലേണിംഗ് ആപ്പിന്റെ ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബിൽ DLED കേരള ലേണിംഗ് ആപ്പ് എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളെല്ലാം കേട്ടറ്റിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, കാണണം. മിസ്സായിട്ടുള്ള ക്ലാസ്സുകൾ, നമ്മുടെ ഫ്രീ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ പോയിട്ട് യൂട്യൂബിൽ DLED കേരള ലേണിംഗ് ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. നമ്മുടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലോഗോ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ചാനലിൽ നിങ്ങൾ കയറിയാൽ ആ ക്ലാസ്സുകൾ കാണാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. കാരണം നിങ്ങൾക്ക് കാഡറ്റ് പരീക്ഷയ്ക്ക് അത്രയും മുതൽക്കൂട്ടാവുന്ന കോണ്ടന്റ് ആണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ പോയിട്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം എന്നുള്ളത് സാങ്കല്പികമായിട്ട് നിങ്ങളെ സാന്ദർഭികമായി ഉണർത്തുന്നു. ഓക്കെ, അപ്പൊ ഏതായാലും അന്ന് എടുത്തതിന്റെ ബാക്കി ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒന്നിന് ശേഷം 100 പൂജ്യങ്ങളുള്ള സംഖ്യയുടെ പേര്. മില്യൺ, ട്രില്യൺ, ഗൂഗോൾ, ബില്യൺ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അറിയില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുന്നു വേണ്ട. എന്തിനാണ് സങ്കടപ്പെടുന്നത്? അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പൊ നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട. പിന്നെ സങ്കടപ്പെടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ നെഗറ്റീവ് മാർക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്തിരിക്കണം. കാഡറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തിരിക്കണം. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടിയാൽ ഒരു മാർക്ക്, പോകാനൊന്നുമില്ല. നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് ആ ബോധ്യം നിങ്ങളിൽ ഉണ്ടാവണം. അല്ലാതെ നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നാൽ നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ കണ്ണീര് ബാക്കിയാവും. അല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എയോ ബിയോ സിയോ ഡിയോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അതാണ് കാഡറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ ഒന്നിന് ശേഷം 100 പൂജ്യങ്ങളുള്ള സംഖ്യയെ പറയുന്ന പേരെന്താണ് സുഹൃത്തുക്കളെ? അതിനെ പറയുന്ന പേരാണ് ഗൂഗോൾ എന്ന് പറയുന്നു. ഗൂഗോൾ. ഓക്കെ, ഗൂഗോൾ എന്ന് പറയുന്നു. ഒന്നിന് ശേഷം 100 പൂജ്യങ്ങളുള്ള സംഖ്യ, അഥവാ നമുക്ക് എങ്ങനെ പറയാം, 10ന്റെ പവർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10⁻100. 10⁻100നെയാണ് ഗൂഗോൾ എന്ന് പറയുന്നത്. 10⁻100.
100. 10⁻100നെയാണ് എന്ത് പറയുന്നത്? ഗൂഗിൾ എന്ന് പറയുന്നത്. എങ്കിൽ നമ്മളോട് അടുത്ത പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഏതായിരിക്കും? മില്യണോ ട്രില്യണോ ബില്യണോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ പഠിക്കൂ. നിങ്ങൾ പറ, മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? എത്ര പൂജ്യം ചേർന്നതാണ്? ഒന്നിന് ശേഷം എത്ര പൂജ്യം വന്നാലാണ് മില്യൺ കിട്ടുന്നത്? ഒന്നിന് ശേഷം എത്ര പൂജ്യം വരുമ്പോഴാണ് നിങ്ങൾക്ക് മില്യൺ കിട്ടുന്നത്? യെസ്, ഒന്നിന് ശേഷം 6 പൂജ്യങ്ങൾ. ഒന്നിന് ശേഷം 6 പൂജ്യങ്ങൾ അഥവാ 10⁻6 ആണ്. 10⁻6 ആണ് മില്യൺ. അഥവാ മില്യൺ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാ? നമ്മൾ സംഖ്യയിൽ പറയുകയാണെങ്കിൽ ഒരു മില്യൺ എന്ന് പറയുന്നത് എത്രയാണ്? എത്രയാണ്? ഒരു ക്രോറാണോ? ഒരു ക്രോറല്ല, ഒരു ക്രോറല്ല. എത്രയാണ്? 10 ലക്ഷമാണ് കേട്ടോ. 10 ലക്ഷത്തിനെയാണ് എന്ത് പറയുന്നത്? ഒരു മില്യൺ എന്ന് പറയുന്നത്. 10 ലക്ഷത്തിനെയാണ് ഒരു മില്യൺ. 10⁻6 ആണ്. 10 കഴിഞ്ഞ് 5 പൂജ്യം, 1 കഴിഞ്ഞ് 6 പൂജ്യം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഏതാ? ബില്യൺ നോക്കാം. ബില്യൺ എത്രയാണെന്ന് പറ. ബില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം എത്ര പൂജ്യങ്ങൾ ചേർന്നതാണ് ബില്യൺ? ഒന്ന് പറയൂ. ഒന്നിന് ശേഷം എത്ര പൂജ്യങ്ങൾ? തെറ്റിപ്പോയി സുഹൃത്തുക്കളെ, നിങ്ങൾ തിരുത്തണം. യെസ്, മൂന ശരിയാണ്. ഒന്നിന് ശേഷം 9 പൂജ്യങ്ങൾ. ഒന്നിന് ശേഷം 9 പൂജ്യങ്ങൾ. 10 ആണെങ്കിൽ 10⁻9. 10⁻9 10⁻9 ആണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. 10⁻9. ഒന്നിന് ശേഷം 9 പൂജ്യമാണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ സംഖ്യയിലുള്ള വാല്യൂ എത്രയാ? സംഖ്യയിലുള്ള വാല്യൂ, ഒരു ബില്യണിന്റെ സംഖ്യയിലുള്ള വാല്യൂ എത്രയാണെന്ന് പറ. എത്രയായിരുന്നു? ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ സംഖ്യയിൽ നമ്മൾ എടുക്കുമ്പോൾ എത്ര കോടിയാണെന്നറിയോ? എത്ര കോടിയാണെന്നറിയോ? 100 കോടി കേട്ടോ. 100 കോടിയാണ് ഒരു ബില്യൺ. 100 കോടി. 100 CR, 100 crore ആണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. 100 കോടി. ഓക്കെ, 100 കോടിയാണ് ഒരു ബില്യൺ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്തത് പറയാനുള്ളത് ഏതാ? ട്രില്യൺ ആണ്. എങ്കിൽ ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം എത്ര പൂജ്യങ്ങൾ ചേർന്നതാ? നിങ്ങൾ പറയണം. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം എത്ര പൂജ്യങ്ങൾ ചേർന്നതാണ്? യെസ്, വെരി ഗുഡ്. ഒന്നിന് ശേഷം 12 പൂജ്യങ്ങൾ ചേർന്നതിനെയാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത്. 10⁻12 ആണ്. 10⁻12. 10⁻12നെയാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത്. ഇത് എത്ര കോടിയാണെന്നറിയോ? ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കിക്കോ. 1,00,000 കോടി. 1,00,000 കോടിയാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത്. 1,00,000 കോടിക്കാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത്. ലക്ഷം കോർ, 1 lakh crore is equal to 1 trillion. 10⁻12 ആണ്. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ഒന്ന് പറ. ഓക്കെ, ഓക്കെ, യെസ്, ഓക്കെ, ഓക്കെ. നിങ്ങൾ എഴുതിക്കോ. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം 100 പൂജ്യങ്ങൾ. ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നിന് ശേഷം 100 പൂജ്യങ്ങൾ. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 10⁻100 ആണ് ഗൂഗിൾ. ഈ ബോക്സിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 10⁻100 അഥവാ ഒന്നിന് ശേഷം 100 പൂജ്യങ്ങൾ, അതാണ് ഗൂഗിൾ. 10⁻6 ആണെങ്കിൽ മില്യൺ, 10 ലക്ഷം. 10⁻9 ആണെങ്കിൽ ബില്യൺ, 100 കോടി. 10⁻12 ആണെങ്കിൽ ട്രില്യൺ ആണ്, 1,00,000 കോടിയാണ്. ഓക്കെ, നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നോട്ട് ചെയ്യാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഈ ഒരു കാറ്റൽ പരീക്ഷയ്ക്ക് ചോദിച്ചതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യം, ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കൊടുത്താൽ ചെയ്യാവുന്ന ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ 3 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ആ സംഖ്യകളുടെ തുക കാണാനാണ്, സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അഡിഷൻ ചെയ്യുക, സങ്കലനം ചെയ്യുക എന്നുള്ള ക്രിയ മാത്രമാണ് ഈ ചോദ്യത്തിനുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാം കൂടെ കൂട്ടി നോക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഡാറ്റാസ് എല്ലാം മുഴുവൻ കൂട്ടി നോക്കുക. അതിവിടെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇനി പറഞ്ഞ സമയം കളയണോ? ഒന്ന് പറ. ഇത് ഞാൻ ഇവിടെ പറയണോ? നിങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കാരണം ഇത് കൂട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നമുക്ക് ആ ഒരു സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ട. ഓക്കെ, വേണ്ട, പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഉത്തരം വരുന്നത് ഏതാണെന്ന് അറിയോ?
43ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഇത് ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ വെറുതെ ആ ഒരു സമയം പോവുകയായിരിക്കും. ഇതെല്ലാവർക്കും ബേസിക്കലി അറിയുന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തന്നിട്ടുള്ള ഡാറ്റാസ് ഇങ്ങനെ താഴോട്ട് എഴുതി ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം പറയാം. അടുത്ത ചോദ്യം 350 ഹരിക്കണം 7 × 2 + 28 - 3. ഇതാണ് ചോദ്യം. 350 ÷ 7 × 2 + 28 - 3. ഒന്ന് ചെയ്തു നോക്കൂ. ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്യൂ. 350 ഹരിക്കണം 7 × 2 + 28 - 3. ചെയ്തിട്ട് ഉത്തരം കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ഉത്തരം ശരിയാക്കുന്നുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂൾ അറിയണം. ഏതാണ് ആ റൂള്? നിങ്ങളൊന്ന് പറ, ഏതാണ് ആ റൂള്? ഇത് ചെയ്യാനുള്ള റൂളിനെ പറയുന്ന പേരാണ്, യെസ്, വെരി ഗുഡ്, ബോർഡ് മാസ് എന്ന് പറയുന്നു. ആണല്ലോ, ബോർഡ് മാസ്. ബോർഡ് മാസ് റൂൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ബോർഡ് മാസ്, ബോർഡ് മാസ്. എന്താണ് ബോർഡ് മാസ്? ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്, ബ്രാക്കറ്റ് ആണ്. ഒ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ എന്ന് പറഞ്ഞാൽ അഡിഷൻ ആണ്. എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ ആണ്, സബ്സ്ട്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി ഞാൻ പറയാം. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്. നിങ്ങൾ ഇതുപോലെ ഒരു ചോദ്യത്തിൽ വിവിധ ചതുഷ്ക്രിയകൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ, അഥവാ സങ്കലനവും വ്യവകലനവും ഗുണനവും ഹരണവും ഇതെല്ലാം ഒരുമിച്ച് വരികയാണെങ്കിൽ അത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ട റൂളാണ് ബോർഡ് മാസ്. നിങ്ങൾ ബോർഡ് മാസ് എന്നുള്ള ഓർഡർ പ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡിവിഷൻ ചെയ്യുക, ഹരണം ചെയ്യുക. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അഥവാ ഗുണനം ചെയ്യുക. അതിനുശേഷം അഡിഷൻ ചെയ്യുക, അഥവാ സങ്കലനം കൂട്ടുന്നത് ചെയ്യുക. അവസാനം ചെയ്യേണ്ടതാണ് സബ്സ്ട്രാക്ഷൻ, അഥവാ വ്യവകലനം, മൈനസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എവിടെ ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നമ്മുടെ ബോർഡ് മാസ് റൂളിൽ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു റൂൾ പ്രകാരം നമുക്ക് തന്നിട്ടുള്ള ചോദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 350 ഹരിക്കണം 7 × 2 + 28 - 3. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാ? ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, പിന്നെ ഡിവിഷൻ ഉണ്ട് അല്ലെ, ഹരണമുണ്ട്. അപ്പൊ നമ്മൾ ഹരണം ചെയ്യുന്നു. ആദ്യം നമ്മൾ 350 ഹരിക്കണം 7 എന്നുള്ളത് ചെയ്യുന്നു. 350 ÷ 7 പോയാൽ എത്രയാ കിട്ടുന്നതെന്ന് പറയാം. 350 ഹരിക്കണം 7 ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? എത്രയാണ്? 50 എന്ന് കിട്ടിയോ? 50 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ആണല്ലോ, 50 എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ളതൊക്കെ അതുപോലെ ചെയ്ത × 2 + 28 - 3. ഇതാണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്തത് ഇവിടെ ഗുണനവുമുണ്ട്, അഡിഷനും ഉണ്ട്, സബ്സ്ട്രാക്ഷനും ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഗുണനമാണ്. അപ്പൊ നിങ്ങൾ 50 × 2 ചെയ്യുക. 50 × 2 ചെയ്യുമ്പോൾ 100 കിട്ടും. 100 + ബാക്കിയുള്ളത് അതുപോലെ എടുത്ത് എഴുതുന്നു. 100 + 28 - 3. ഇനി അടുത്തത് എന്താ ഉള്ളത്? അഡിഷനും ഉണ്ട്, സബ്സ്ട്രാക്ഷനും ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡിഷൻ ആണ്. 100 + 28 128 കിട്ടും. ബാക്കിയുള്ളത് -3. 128 - 3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 125 എന്നുള്ളത്. 125 ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. 125, 125 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഒന്ന് പറ, ക്ലിയർ ആവുന്നുണ്ടോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബോർഡ് മാസ് എന്നുള്ള റൂള് പ്രധാനപ്പെട്ടതാ. ഈ ബോർഡ് മാസ് എന്നുള്ള റൂള് പ്രകാരം ആ ഓർഡറിൽ ചെയ്താലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ഉത്തരമായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഈ ഓർഡർ പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ബ്രാക്കറ്റ്, ഓഫ്,
ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. അതാണ് ബോർഡ് മാസ്. ആ ബോർഡ് മാസ് റൂൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ലൈഡോട് കൂടി നിങ്ങൾ ബോർഡ് മാസ് എന്നുള്ളത് പഠിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? റെഡി? യാ, ഓക്കെ. അടുത്ത ചോദ്യം, ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഒരു ചോദ്യമാണ്, സമഷഡ്ഭുജത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? സമഷഡ്ഭുജം അഥവാ റെഗുലർ ഹെക്സഗൺ, അതാണ് സമഷഡ്ഭുജം. സമഷഡ്ഭുജത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഒരു ട്രാപ്പാണ്. തെറ്റായതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. തെറ്റായ പ്രസ്താവന. 6 വശങ്ങളുണ്ട്. ബി, ആന്തരകോണുകളുടെ തുക 1080 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി, എല്ലാ ആന്തരകോണുകളും തുല്യമാണ്. ഓപ്ഷൻ ഡി, ഒരു ആന്തരകോണിന്റെ അളവ് 120 ഡിഗ്രിയാണ്. തെറ്റായ പ്രസ്താവന ഏതാ? ഒന്നുകൂടെ ഓപ്ഷൻ വായിക്കാം. സമഷഡ്ഭുജത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? 6 വശങ്ങളുണ്ട്. ആന്തരകോണുകളുടെ ആകെ തുക 1080 ഡിഗ്രിയാണ്. എല്ലാ ആന്തരകോണുകളും തുല്യമാണ്. ഒരു ആന്തരകോണിന്റെ അളവ് 120 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, സമഷഡ്ഭുജത്തെ കുറിച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എത്ര വശങ്ങൾ ഉണ്ടാവും? 6 വശങ്ങൾ ഉണ്ടായിരിക്കും. ആണല്ലോ, 6 വശങ്ങൾ ഉണ്ടായിരിക്കും. 6 വശങ്ങളും തുല്യ വലിപ്പമായിരിക്കും. 6 വശങ്ങളും തുല്യ വലിപ്പമായിരിക്കും. അതുപോലെ തന്നെ ഓരോ ആംഗിളുകളും തുല്യമായിരിക്കും. 6 വശങ്ങൾക്കിടയിലുമുള്ള കോണുകളുടെ അളവ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് സമഷഡ്ഭുജം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രസ്താവന നോക്കാം. നമ്മൾ തെറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 6 വശങ്ങളുണ്ട്. ശരിയാണ്, സമഷഡ്ഭുജത്തിന് 6 വശങ്ങളുണ്ട്. ഇനി ഓപ്ഷൻ ബി എന്താ? ആന്തരകോണുകളുടെ തുക 1080 ഡിഗ്രിയാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണോ? നമുക്കറിയില്ല. അത് തൽക്കാലം നമ്മൾ അവിടെ വെക്കുക. ഇനി അടുത്തത്, എല്ലാ ആന്തരകോണുകളും തുല്യമാണ്. അത് നമുക്കറിയാം. കാരണം എന്താ? ഒരു സമഷഡ്ഭുജമാണെങ്കിൽ, സമഷഡ്ഭുജമോ സമചതുരമോ എന്തോ ആയിക്കോട്ടെ, സമം എന്ന് പറഞ്ഞാൽ അവയുടെ എല്ലാ കോണുകളും എന്തായിരിക്കും? തുല്യമായിട്ടാണ് വരിക. മനസ്സിലായല്ലോ? അപ്പൊ എല്ലാ ആന്തരകോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഒരു ആന്തരകോണിന്റെ അളവ് 120 ഡിഗ്രിയാണ്. അതെ, ശരിയാണ്. ഒരു ആന്തരകോണിന്റെ അളവ് എത്രയാ? 120 ഡിഗ്രി തന്നെയാണ്. ഒരു ആന്തരകോണിന്റെ അളവ് 120 ഡിഗ്രി തന്നെയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്ഷൻ ബി, ആന്തരകോണുകളുടെ ആകെ തുക 1080 ഡിഗ്രിയാണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്താൽ തന്നെ എന്ത് കിട്ടും? ഇതാണ് ഉത്തരം എന്നുള്ളത് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം എന്നുള്ളത് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഓക്കെ, കാരണം ബാക്കി മൂന്നും നമുക്കറിയാം. അറിയാത്തത് നമ്മൾ എടുക്കുക, അത് ഉത്തരമായിട്ട് വരും. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു ബഹുഭുജമാണെങ്കിലും, ഏതൊരു പോളിഗൺ ആണെങ്കിലും, അഥവാ സമഷഡ്ഭുജമോ സമ പഞ്ചഭുജമോ സമ അഷ്ടഭുജമോ അങ്ങനെ സമമായിട്ടുള്ള എത്ര വശങ്ങൾ ഉള്ളതാണെങ്കിലും അവയുടെ ആന്തരിക കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ജനറൽ സമവാക്യമുണ്ട്. എന്താ അറിയോ? യെസ്, വെരി ഗുഡ്. ജിഷ്ണു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? n-2 × 1/180. നിങ്ങൾ നോട്ട് ചെയ്തോ? ബഹുഭുജത്തിന്റെ അഥവാ ഒരു പോളിഗണിന്റെ ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക കാണാനുള്ള സമവാക്യം. ആന്തരിക കോണുകളുടെ തുക, ഒരു ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക കാണാനുള്ള സമവാക്യം എന്താ? n-2 × 180 ആണ്. n-2 × 180 ആണ്. n-2 × 180 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് എന്താ? n എന്ന് പറയുന്നത് എന്താണ് അറിയോ? n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയോ? യെസ്, വെരി ഗുഡ്. നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് അഥവാ വശങ്ങളുടെ എണ്ണമാണ് n എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ബഹുഭുജം എന്ന് പറയുമ്പോൾ, ഒരു ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ ഷഡ്ഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം എത്രയാ? ഷഡ്ഭുജത്തിൽ n എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, ഷഡ്ഭുജത്തിൽ n എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? n-2 × 180 ചെയ്യുമ്പോൾ
6 - 2 × 180 ചെയ്താൽ മതി. 6 - 2 × 180. 6 - 2 എന്ന് പറയുമ്പോൾ 4. 4 × 180. 4 × 180 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? യെസ്, 720 അല്ലെ? 720 ഡിഗ്രി. 720 ആണ് എന്തിന്റെ വരുന്നത്? നമ്മുടെ ഷഡ്ഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക വരുന്നത്. ഓക്കെ, സമഷഡ്ഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക 720 ആണ്. ഓപ്ഷൻ ബിയിൽ പറഞ്ഞത് 1080 ആണ്. അതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, അപ്പൊ n-2 × 180 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. n-2 × 180. അപ്പൊ n-2 എന്ന് പറയുമ്പോൾ 4 - 2. 4 - 2 × 180 ചെയ്ത 6 - 2. n എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6 - 2 എന്ന് പറയുമ്പോൾ 4. 4 × 180 720 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യെസ്, ഓക്കെ. ഒരാൾ ചോദിച്ചിട്ടുണ്ട് 120 × 6 ചെയ്താൽ പോരെ എന്നുള്ളത്. അത് ചെയ്താൽ മതി. പക്ഷെ ആ ഇക്വേഷൻ എവിടെ അപ്ലൈ ആവുള്ളൂ? ഷഡ്ഭുജത്തിലെ അപ്ലൈ ആവുകയുള്ളൂ. മനസ്സിലായോ? 6 × 120 എന്നുള്ളത് ഷഡ്ഭുജത്തിലാണ് അപ്ലൈ ആവുകയുള്ളൂ. പക്ഷെ ഏത് ബഹുഭുജം തന്നാലും, ഏത് പോളിഗൺ തന്നാലും അതിന്റെ ആന്തരിക കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ n-2 × 180 ചെയ്താൽ മതി. ഇനിയിപ്പോ നിങ്ങൾ ത്രികോണത്തിന്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ? ത്രികോണത്തിൽ എത്രയാണ് n? നിങ്ങൾ പറ. ത്രികോണത്തിന്റെ n എന്ന് പറയുന്നത് എത്രയാ? ത്രികോണത്തിന്റെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നിങ്ങൾ ത്രികോണത്തിന്റെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 - 2 × 180. 3 - 2 × 180 എന്ന് പറയുമ്പോൾ എത്രയാ? 1 × 180. അഥവാ 180 തന്നെ കിട്ടും. മനസ്സിലായോ? ഇനി ചതുരത്തിനും ഇത് പറ്റും. ചതുരം എന്ന് പറയുമ്പോൾ 4 സൈഡ്സ് ഉണ്ട്. 4 സൈഡ് ഉണ്ട്. അപ്പൊ 4 - 2 × 180 ചെയ്താൽ മതി. 4 - 2 എന്ന് പറയുമ്പോൾ 2. 2 × 180 360 മനസ്സിലായോ? അപ്പോ ഏത് പോളിഗൺ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് പറ്റും? ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. n-2 × 180 എന്നുള്ളത്. ഇതാണ് ഏതൊരു ബഹുഭുജത്തിന്റെയും ആന്തരിക കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം. ഏതൊരു കാഡറ്റ് പരീക്ഷയായാലും ജ്യാമിതിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഷുവർ ആയിരിക്കും. ജോമെട്രിയുമായി ബന്ധപ്പെട്ടത്. ജ്യാമിതി എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. വൃത്തം, ത്രികോണം, ചതുരം, സമചതുരം, ഇതുപോലെയുള്ള പഞ്ചഭുജം, ഷഡ്ഭുജം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എവിടെ വരുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ടോപ്പിക്കില് വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? n-4 × 90 അതെന്താണ്? അത് ഇവിടെ അപ്ലിക്കബിൾ അല്ല കേട്ടോ. അത് ഇവിടെ അപ്ലിക്കബിൾ അല്ല. നിങ്ങൾ ആവശ്യമില്ലാത്തത് കമന്റ് ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താ? n-2 × 180. അതാണ് ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? യെസ്, ഓക്കെ. അടുത്ത ചോദ്യം കൊണ്ട് കിളി പാറരുത്. എനിക്ക് ആദ്യമേ പറയാനുണ്ട്, ചോദ്യം കണ്ട് നിങ്ങൾ കിളി പാറരുത്. ചോദ്യം കണ്ട് കിളി പാറുമെങ്കിലും ഉത്തരം വളരെ ലളിതമാണ്. അത് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, ചോദ്യം ഇതാണ്. 5.72 × 5.72 - 2.28 × 2.28 ഡിവൈഡഡ് ബൈ 5.72 + 2.28 എത്രയാണ്? ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരാം. നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ഞാൻ ചെയ്തുതരും. ഓക്കെ, നിങ്ങൾ സ്വയം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്ക്. മാത്സ് ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം? മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് എന്താണ്? 5.72 × 5.72 - 2.28 × 2.28 divided by 5.72 plus 2.28.
ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഞാൻ സോൾവ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഇതിനുള്ള ചാൻസ് ഞാൻ തന്നു. ഇനി ഞാൻ ചെയ്യാം. കുറെ ആളുകൾ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്, ഒരുപാട് സന്തോഷം. ഓക്കെ, ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും 5.72 ഇൻറ്റു 5.72 ചെയ്യാൻ പോവരുത്. അങ്ങനെ എങ്ങാനും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് അവിടെ നഷ്ടമാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു ചോദ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് 30 ചോദ്യം അറ്റൻഡ് ചെയ്യാനുള്ള ടൈം നഷ്ടമാവും. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യും? നിങ്ങൾ നോക്ക്, ഇവിടെ എത്ര തരം ഡാറ്റാസ് ഉണ്ട്? ഒരു 5.72 ഉണ്ട്, അതുപോലെ ഒരു 2.28 ഉണ്ട്. നിങ്ങൾ ഇന്ന് ഈ 5.72നെ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അക്ഷരത്തിലേക്കോ ഒരു അക്കത്തിലേക്കോ നിങ്ങളൊന്ന് മാറ്റി നോക്ക്. എന്താക്കാം, നമുക്ക് 5.72നെ വേണമെങ്കിൽ എ എന്ന് കൊടുക്കാം, 2.28നെ ബി എന്നും കൊടുക്കാം. പ്രശ്നമുണ്ടോ? നമ്മൾ 5.72നെ നമ്മൾ എ എന്ന് കൊടുക്കുന്നു, 2.28നെ നമ്മൾ ബി എന്ന് കൊടുക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ സാധനം നിങ്ങൾ താഴോട്ട് എഴുതിയെടുക്കുക. 5.72 ഇൻറ്റു 5.72 അഥവാ എ ഇൻറ്റു എ, അതാണല്ലോ എ ഇൻറ്റു എ മൈനസ് 2.28 ഇൻറ്റു 2.28 നമ്മൾ ബി ആയിട്ട് എടുത്തു. ബി ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? ഡിവൈഡഡ് ബൈ 5.72 പ്ലസ് 2.28 അഥവാ എ പ്ലസ് ബി എന്ന് വരുന്നു. മനസ്സിലായോ? എ പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എ ഇൻറ്റു എ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, എന്താക്കാം? എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ ആണ്, ആണല്ലോ. ഏതൊരു സംഖ്യയെയും അതുകൊണ്ട് ഗുണിച്ചാൽ അതിന്റെ വർഗം കിട്ടും. അപ്പൊ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? എ സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം. എ ഇൻറ്റു എ എന്നുള്ളത് എ സ്ക്വയർ ആയിട്ട് എടുക്കുന്നു. എ സ്ക്വയർ മൈനസ് ബി ഇൻറ്റു ബി, ബി ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ കിട്ടി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ പ്ലസ് ബി. താഴെ എന്തുണ്ട്? എ പ്ലസ് ബി ഉണ്ട്. ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് വരെ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ട് 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇങ്ങനെ ചൊല്ലി പഠിച്ചിട്ടുണ്ടാവും. കണക്ക് മാഷിന്റെ ഒരുപാട് തല്ല് കിട്ടി അദ്ദേഹത്തിന്റെ കണ്ണുരുട്ടിയുള്ള നോട്ടത്തിലൊക്കെ പേടിച്ച് പതറിപ്പോയ ഒരുപാട് നൊസ്റ്റാൾജിക് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ? എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. താഴെ എന്താ ഉള്ളത്? താഴെ ഒരു എ മൈനസ് ബി ഉണ്ട്. ഇവിടെ താഴെ ഉള്ളത് ഒരു എ മൈനസ് ബി ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ ഒരു എ മൈനസ് ബി ഉണ്ട്, താഴെയും ഒരു എ മൈനസ് ബി ഉണ്ട്. കോമൺ ആയിട്ടുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളഞ്ഞു. ഇനി എന്താ ബാക്കിയുള്ളത്? എന്താ? സോറി, താഴെ എ പ്ലസ് ബി ആണ് അല്ലെ? താഴെ എ പ്ലസ് ബി ആണ്. സോറി, ഞാന് നിങ്ങൾ തിരുത്താം. ഓക്കെ, താഴെ എ പ്ലസ് ബി ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, കോമൺ ആയിട്ടുള്ള എ പ്ലസ് ബിയെ നമ്മൾ വെട്ടിക്കളയുന്നു. ഇനി ബാക്കിയുള്ളത് എന്താ? ബാക്കിയുള്ളത് എ മൈനസ് ബി ആണ്. എ മൈനസ് ബി ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എ മൈനസ് ബി ചെയ്താൽ മതി. ഇനി എ മൈനസ് ബി ആണ് ബാക്കിയുള്ളത്. എ മൈനസ് ബി എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യും? എ മൈനസ് ബി സമം, നമുക്ക് എ എന്ന് പറയുന്നത് എന്താണ്? 5.72 ആണ്. ബി എന്ന് പറയുന്നത് എത്രയാ? 2.28 ആണ്. 5.72 മൈനസ് 2.28 നിങ്ങൾ ചെയ്താൽ ഉത്തരം കിട്ടും. എത്രയായിരിക്കും? ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്രയായിരിക്കും? യെസ്, ഓപ്ഷൻ സി ആണ്. 3.44 ആണ്. 3.44 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട റൂൾ എന്ന് പറയുന്നത് എന്താ? ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട റൂള് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. ഇതാണ് ഇവിടെ ചെയ്ത റൂള്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ റെക്കോർഡ് ക്ലാസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം കാണുക. കാരണം നമ്മൾ കൂടുതൽ ടൈം എടുത്ത് പറഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറയും. അതായത് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ക്ലിയർ ആണോ?
യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാന്ദർഭികമായിട്ട് ഒരു കാര്യം ഉണർത്തുകയാണ്. നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ പെയ്ഡ് ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്ലാസ് കിട്ടുന്ന പോലെ തന്നെ എല്ലാ ദിവസവും ലൈവായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ടും കാണാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കും. അതുകൊണ്ട് നോട്ട് ചെയ്യാത്ത ആളുകൾക്കുള്ള നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് കഴിഞ്ഞാൽ നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കേട്ടറ്റ് പരീക്ഷ വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടായിരിക്കും. ഡെയിലി പരീക്ഷകളാണ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും അതുപോലെ തന്നെ ഏത് സമയത്തും നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കാനുള്ള മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടായിരിക്കും. ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്ന അവസരം നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിലൂടെ ലഭിക്കും. ആ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ മാത്രം പ്രത്യേകതയായിട്ട് പറയാവുന്ന ഒന്നാണ് ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത്. ക്രാഷ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ലേ, നമ്മൾ ഓരോ സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം EVS ഡിസ്കസ് ചെയ്തു, ഇന്ന് നമ്മൾ മാത്സ് ഡിസ്കസ് ചെയ്യുന്നു. ഇതുപോലെ ഒരു ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കണക്റ്റീവ് ഫാക്റ്റുകളും പറയുന്ന 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ദിവസം 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ 30 ദിവസം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലഭിക്കും. അങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ മാത്രം നിങ്ങൾക്ക് 900 ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. 900 ചോദ്യം ലൈവായിട്ട് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് ക്യാമ്പിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകൾക്കും പുറമെയാണ് ക്രാഷ് ക്യാമ്പ് വരുന്നത്. ഓക്കെ, സിലബസ് ഓറിയന്റഡ് ആയിട്ട് എല്ലാ കോണ്ടന്റും നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം സിലബസ് പൂർത്തീകരിച്ചതിന് ശേഷം 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിൽ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് ക്യാമ്പും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് റിസൾട്ട് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കോച്ചിങ്ങിൽ എന്തൊക്കെയാണ് വേറെ ബെനിഫിറ്റ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കോച്ചിലെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് കാറ്റഗറി 1, കാറ്റഗറി 2 എന്നിവ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ലഭിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ പോയിട്ട് അന്വേഷിച്ചോ, നിങ്ങൾ ഏത് അക്കാദമിയിൽ നിങ്ങൾ ചോദിച്ചോ, ഓഫ്ലൈനോ ഓൺലൈനോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. എല്ലാവരും എന്ത് ചെയ്യും? എക്സാംസ് കണ്ടക്ട് ചെയ്യും. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയും കിട്ടുന്ന കാര്യമല്ല. ഓക്കെ, ആ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോ നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് നല്ല റിസൾട്ടോട് കൂടിയിട്ടുള്ള ബാച്ചാണ്. നമ്മുടെ പ്രീവിയസ് ബാച്ചുകളെല്ലാം നമ്മുടെ പ്രീവിയസ് ബാച്ചുകളിൽ നിന്ന് 350-ലധികം കുട്ടികൾക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതും 130-ന് മുകളിൽ മാർക്ക് നേടിക്കൊണ്ട് തന്നെ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഫീ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ബാച്ചിന്റെ ഫീ എന്ന് പറയുന്നത് ആക്ച്വലി 2000 രൂപ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസിന്റെ ഫീസും അതുപോലെ 1000 രൂപ ക്രാഷ് കോഴ്സിന്റെ ഫീയും വരുന്ന 3000 രൂപയുടെ ബാച്ച് നമ്മൾ നിലവില് 1500 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിലവില് 1500 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബാച്ചിലേക്ക് നിലവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഓഫർ തീരുന്നതിന് മുൻപ് 1500 രൂപക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പില് കേട്ടിട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ നമ്പറാണ് DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഒഫീഷ്യൽ നമ്പറാണ്. നമ്മുടെ ആപ്പുകളും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക, 8590
672089. ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞു 3000 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് 1500 രൂപക്ക് നിലവിൽ എന്ത് ചെയ്യും അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് DLED കേരള ലേണിംഗ് ആപ്പ് എന്നുള്ളത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാച്ച്, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ DLED കേരള ലേണിംഗ് ആപ്പ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എവിടെ കിട്ടും, നമ്മുടെ യൂട്യൂബിലെ ഫ്രീ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് DLED കേരള ലേണിംഗ് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക, 8590672089. ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് എൻറോൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ലൈവ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ആ ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിട്ടുന്നത്. അല്ലാതെ പ്രീ റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നൽകുന്നത്. ലൈവ് ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ടും കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കേട്ടറ്റിന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ, നിങ്ങൾ കാത്തു നിൽക്കരുത്. പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠനം തുടങ്ങുക. ഇനി ഓരോ ദിവസവും, ഇനി 54 ദിവസങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്കുള്ളത്. ഈ 54 ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. ഇനി അവസാനം വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും. അവസാനം വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, കേട്ടറ്റ് കിട്ടാം. പക്ഷെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കേട്ടറ്റ് വിജയത്തിലെത്താം. പക്ഷെ നിങ്ങൾ അവസാനത്തേക്ക് വെക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസം 5-6 മണിക്കൂർ വെച്ച് നിങ്ങൾ ഒരു മാസം പഠിച്ചാലും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് സിലബസ് പൂർത്തീകരിക്കാനോ കോണ്ടന്റ് പഠിക്കാനോ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, തീരില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഈ ഒരു നമ്പറിൽ നമ്മുടെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള 1-to-1 ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ആളുകൾ ചിലപ്പോൾ ഈ ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം. അവരോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ക്ലാസ് ഓക്കെ ആണോ എന്നുള്ളത്. കാരണം നമ്മൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ളത് എല്ലാവരും ഇങ്ങനെ ഓറിയന്റേഷൻ ക്ലാസ്സിലൊക്കെ വലിയ തള്ളി മറിക്കും എന്നല്ലാതെ ക്ലാസ്സിൽ എന്ത് ചെയ്യില്ല, ഈ പറയുന്നതൊന്നും കാണാറില്ല. പക്ഷെ നമ്മൾ എന്താണോ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഓഫർ ചെയ്യുന്നത് അത് 100% നമ്മൾ നമ്മുടെ ബാച്ചിൽ കൊടുക്കാറുണ്ട്. കാരണം ഞാൻ പറയാനുള്ള കാര്യം, ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിക്കാറുണ്ട്. ഓക്കെ, മറ്റു അക്കാദമികളിൽ അഡ്മിഷൻ എടുത്ത് എന്നെ വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അതായത് പൈസ കൊടുത്ത് ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞ് ഒരു നിസ്സഹായതയുടെ അവസ്ഥയിൽ വിളിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവരുടെ പൈസ പോയി എന്നുള്ള നിസ്സഹായതയുടെ പേരിൽ അവർ വിളിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താ, പൈസ പോയത് പോട്ടെ, പക്ഷെ അവരുടെ ഈ ഒരു കാറ്ററ്റ് എന്ന് പറയുന്ന അവസരവും നഷ്ടപ്പെടുകയാണ്. മനസ്സിലായോ? ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുത്തതിന്റെ പേരിൽ മറ്റൊന്നിൽ എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം വീട്ടിൽ നിന്ന് 2 അക്കാദമിയിൽ പഠിക്കാനുള്ള പൈസ ചോദിക്കാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ വിളിച്ച ഒരുപാട് ആളുകൾ എന്നോട് വിളിച്ചിട്ടുണ്ട്. എന്നെ പേഴ്സണലായിട്ട് ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, പൈസ പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അതിപ്പോ കമന്റിൽ തന്നെ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ആപ്പുകളും യൂട്യൂബ് ക്ലാസ്സുകളും എല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ സുതാര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം പല ആളുകളും സ്ക്രീൻ പോലും ഷെയർ ചെയ്യാതെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സ്ക്രീൻ പോലും ഷെയർ ചെയ്യാതെ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന പ്രതീതിയോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും. കാരണം ആ രീതിയിലാണ് നമ്മൾ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ രീതിയിലാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീൻ പോലും ഷെയർ ചെയ്യാതെ റേഡിയോ ഓൺ ചെയ്ത പോലെ ഇങ്ങനെ ക്ലാസ് കേൾക്കുന്ന പല കുട്ടികളും എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ക്ലാസ്സിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രം നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇതിൽ ഓഫർ ചെയ്യുന്ന 100% കാര്യങ്ങൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക്
നൽകാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് പറ്റും എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ കഴിഞ്ഞ ബാച്ചുകളിലെല്ലാം നമുക്ക് റിസൾട്ടും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. 8590672089. ഈ ഒരു നമ്പറിൽ ജസ്റ്റ് വാട്സപ്പിൽ അഡ്മിഷൻ കേട്ടറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു വരിയിൽ 12 പേർ വരുന്ന രീതിയിൽ 216 കുട്ടികളെ വരിവരിയായി നിർത്തിയിരിക്കുന്നു. വരികളുടെ എണ്ണം മാറാതെ കുറെ കുട്ടികളെ കൂടി ഇവരോടൊപ്പം നിർത്തി. ഓരോ വരിയിലും ഇപ്പോൾ 25 കുട്ടികൾ വീതമാണ് ഉള്ളതെങ്കിൽ പുതുതായി വന്നവർ എത്ര പേരുണ്ട്? കുറച്ച് വലിയ ചോദ്യമാണ്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. യൂട്യൂബ് ചാനലിന്റെ പേര് DLED കേരള ലേണിംഗ് ആപ്പ്. DLED കേരള ലേണിംഗ് ആപ്പ് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി. DLED കേരള ലേണിംഗ് ആപ്പ്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഒരു വരിയിൽ 12 പേർ വരുന്ന രീതിയിൽ 216 കുട്ടികളെ വരിവരിയായി നിർത്തിയിരിക്കുന്നു. വരികളുടെ എണ്ണം മാറാതെ കുറെ കുട്ടികളെ കൂടി ഇവരോടൊപ്പം നിർത്തി. ഓരോ വരിയിലും ഇപ്പോൾ 25 കുട്ടികൾ വീതമാണുള്ളത് എങ്കിൽ പുതുതായി വന്നവർ എത്ര പേർ? ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു UP സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ചോദ്യമാണ്. ഓക്കെ, ഒരു UP സ്റ്റാൻഡേർഡിലുള്ള ചോദ്യമാണ്. നിങ്ങളൊന്ന് ശരിക്കൊന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ചെയ്തുതരാം. കുറച്ച് ആളുകളൊക്കെ ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശ്രമം തന്നെയാണ് വേണ്ടത്. ഓക്കെ, കുറച്ച് ആളുകളൊക്കെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ തന്നിട്ടുള്ള കാര്യം നോക്കാം. ഒരു വരിയിൽ 12 പേർ വരുന്ന രീതിയിൽ 216 കുട്ടികളെ വരി വരിയായി നിർത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്താ അറിയോ? എത്ര വരികൾ ഉണ്ട് എന്നുള്ളതാണ്. എത്ര കുട്ടികളുണ്ട്? 216 കുട്ടികളുണ്ട്. 12 പേർ ഒരു വരിയിൽ. അപ്പോ എത്ര വരി ഉണ്ടായിരിക്കും? 216 ഹരിക്കണം 12 ചെയ്താൽ വരിയുടെ എണ്ണം കിട്ടും. എത്രയായിരിക്കും വരികളുടെ എണ്ണം? നിങ്ങൾ പറ. 18 വരികൾ ഉണ്ടായിരിക്കും. കാരണം 216 കുട്ടികളുണ്ട്, ഒരു വരിയിൽ 12 പേർ. അപ്പൊ എത്ര വരിയുണ്ട്? 216 ആയിരിക്കണം 12, 18 വരികളുണ്ട്. ഇനി പിന്നീട് പറഞ്ഞ എന്താ? ഓരോ വരിയിലും ഇപ്പോൾ 25 കുട്ടികൾ, അല്ലെ? ഓരോ വരിയിലും ഇപ്പോൾ 25 കുട്ടികളായി. അഥവാ 12 കുട്ടികളാണ് വരിയിൽ ഉണ്ടായിരുന്നത്, അതെന്തായിട്ട് മാറി? 25 കുട്ടികളായിട്ട് മാറി. 12 കുട്ടികൾ ഒരു വരിയിലുള്ളത് ഇപ്പോൾ 25 ആയി. എങ്കിൽ എത്ര കുട്ടികളാണ് ഒരു വരിയിലേക്ക് പുതുതായി വന്നത്? നിങ്ങൾ പറ. 12 കുട്ടികളാണ് ഒരു വരിയിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 25 കുട്ടികളായി. അപ്പൊ പുതുതായി ഒരു വരിയിലേക്ക് വന്നത് എത്രയാ? യെസ്, ഒരു വരിയിലേക്ക് പുതുതായി വന്നത് 13 കുട്ടികൾ. എങ്ങനെ കിട്ടും? 25 കുട്ടികൾ ഇപ്പോ ഉണ്ട്, ആദ്യം തന്നെ 12 ആളുകളുണ്ട്. അപ്പൊ 13 ആളുകൾ പുതുതായി വന്നു. 13 ആളുകൾ പുതുതായി വന്നിട്ടുണ്ട്. ഇനി എളുപ്പല്ലേ കണ്ടുപിടിക്കാൻ? 13 ആളുകൾ പുതുതായി വന്നു. നമ്മളോട് ചോദിച്ചത് പുതുതായി വന്ന കുട്ടികളുടെ എണ്ണം എത്ര ആണല്ലോ. പുതുതായി വന്ന കുട്ടികളുടെ എണ്ണം എത്ര? 13 ആളുകൾ പുതുതായി വന്നു. അങ്ങനെ എത്ര വരികളുണ്ട്? 18 വരികളുണ്ട്. 18 വരികളിലേക്ക് 13 ആളുകൾ പുതുതായി വന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 18 ഗുണം 3 ചെയ്താൽ മതി. 18 ഗുണം 13 ചെയ്താൽ 234 എന്ന് കിട്ടും. 234 കുട്ടികളാണ് പുതുതായി വന്നവർ. പുതിയ കുട്ടികളുടെ എണ്ണം 234 ആയിരിക്കും. പുതിയ കുട്ടികൾ 234. ഓക്കെ ആണോ? സിമ്പിൾ കണക്കാണ്, ലളിതമായിട്ടുള്ള ഒരു ഗണിതമാണ്. ഗണിതം എന്ന് പറയുന്നത് തന്നെ ലളിതമാണ്. അതിൽ ലളിതമായിട്ടുള്ള ഒരു ഗണിതമാണ് ഈ ഒരു ചോദ്യം. ഒന്നുകൂടെ പറഞ്ഞുതരാം. 216 കുട്ടികളാണുള്ളത്, 12 കുട്ടികളാണ് ഒരു വരിയിലുള്ളത്. അപ്പൊ 18 വരി ഉണ്ടായിരിക്കും. 216 ആയിരിക്കണം 12 ചെയ്യുമ്പോൾ 18 വരി കിട്ടും. ഇനി എത്ര കുട്ടികളാണ് പുതുതായി വന്നത്? 25 കുട്ടികളാണ് നിലവിൽ വരിയിലുള്ളത്. 12 കുട്ടികൾ ആദ്യമേ ഉണ്ട്.
അതിനർത്ഥം 13 കുട്ടികൾ പുതുതായി വന്നു എന്നുള്ളതാണ്. അപ്പൊ പുതുതായി വന്നവരുടെ എണ്ണം 13 അപ്പൊ നമ്മൾ പുതുതായി വന്ന ആകെ കുട്ടികളുടെ എണ്ണം കാണണം. അതിനെന്ത് ചെയ്താൽ മതി? 18 വരിയിൽ 13 കുട്ടികൾ വീതം പുതുതായി വന്നു. അഥവാ 18 ഗുണം 13 234 പുതിയ കുട്ടികൾ എന്ത് ചെയ്തു? തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ കുട്ടികളുടെ എണ്ണം എത്രയാ? 234. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഓ, തീർച്ചയായിട്ടും ചെയ്യാം. തയ്യൂബ് ഹാരിസ് ചോദിച്ചിട്ടുണ്ട്. മാത്സ് എന്ന് പറയുന്നത് എന്താ അറിയോ? മാത്സ് എന്ന് പറയുന്നത് തുറന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. കാറ്ററ്റ് പരീക്ഷയ്ക്ക് മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. മാർഗം പ്രധാനമല്ല, ലക്ഷ്യമാണ് പ്രധാനം. നിങ്ങൾ എങ്ങനെ ചെയ്താലും ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, കമന്റിൽ പറഞ്ഞ രീതിയിലും ചെയ്യാം കേട്ടോ. ഓക്കെ, എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ചോദ്യം, അടുത്തൊരു സിമ്പിൾ ചോദ്യം ചെയ്യാം. എന്നിട്ട് ചോദിക്കാം, ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? ഫാദർ ഓഫ് ജിയോമെട്രി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ് ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാ? യൂക്ലിഡ് ആണ് കേട്ടോ. ജ്യാമിതിയുടെ പിതാവ് യൂക്ലിഡ് ആണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ജ്യാമിതിയുടെ പിതാവ് യൂക്ലിഡ് ആണെങ്കിൽ ഗണിതത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാ? ഗണിതത്തിന്റെ പിതാവ്. ഗണിതത്തിനൊരു വാപ്പ ഉണ്ടാവുമല്ലോ, ഗണിതത്തിനൊരു അച്ഛനുണ്ടാവും. അതാരാണ്? ഗണിതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ആരാണ്? അരിസ്റ്റോട്ടിൽ അല്ല. അരിസ്റ്റോട്ടിൽ എന്തിന്റെ പിതാവാ? അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ്. രാമാനുജനും നല്ല മക്കളെ. രാമാനുജനൊക്കെ ഈ അടുത്ത് ജീവിച്ച ആളാ. ആരാണ്? ആർക്കിമിഡീസ് ആണ് കേട്ടോ. ഗണിതത്തിന്റെ പിതാവ് ആർക്കിമിഡീസ് ആണ്. കുറച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കിമിഡീസ് ആണ്. നോട്ട് ചെയ്യാ, ആർക്കിമിഡീസ് ആണ് ഗണിതത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ആർക്കിമിഡീസ്. ആർക്കിമിഡീസ് ആണ് ഗണിതത്തിന്റെ പിതാവ്. എന്നാൽ ജ്യാമിതിയുടെ പിതാവാണെങ്കിൽ, ജ്യാമിതി ആണെങ്കിൽ ആരായിരുന്നു? യൂക്ലിഡ് ആണ്. യൂക്ലിഡ്. ആ വ്യത്യാസം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ജ്യാമിതി യൂക്ലിഡ് ആണ്, ഗണിതമാണെങ്കിൽ ആർക്കിമിഡീസ് ആണ്. എപ്പോഴും ഗണിതത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പിതാക്കന്മാരെ. ഓക്കെ, അതുകൊണ്ട് പിതാക്കന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ടർ ടാപ്പ് തുറന്നപ്പോൾ ഒരു പാത്രത്തിന്റെ 4/7 ഭാഗം 1 മിനിറ്റ് കൊണ്ട് നിറഞ്ഞു. ബാക്കി ഭാഗം നിറയാൻ എത്ര സമയം കൂടി വേണം? വാട്ടർ ടാപ്പ് തുറന്നപ്പോൾ ഒരു പാത്രത്തിന്റെ 4/7 ഭാഗം 1 മിനിറ്റ് കൊണ്ട് നിറഞ്ഞു. ബാക്കി ഭാഗം നിറയാൻ എത്ര സമയം കൂടി വേണം? 45 സെക്കൻഡ്, 1 മിനിറ്റ്, 1 മിനിറ്റ് 15 സെക്കൻഡ്, 30 സെക്കൻഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് ആളുകൾ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെ ചെയ്യും? നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഡാറ്റ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം. 4/7 ഭാഗം നിറയാൻ എത്രയാ? 1 മിനിറ്റ് ആണല്ലോ. 4/7 ഭാഗം നിറയാൻ 1 മിനിറ്റ് ആണ് സമയം എടുക്കുന്നത്. 4/7 നിറയാൻ 1 മിനിറ്റ് ആണ് എങ്കിൽ 1/7 നിറയാൻ എത്രയായിരിക്കും? നിങ്ങൾ പറ. 1/7 നിറയാൻ എത്രയായിരിക്കും? 1/7 നിറയാൻ 1/4 മിനിറ്റ് ആയിരിക്കും. ആണല്ലോ. 1/7 നിറയാൻ 1/4 മിനിറ്റ് ആയിരിക്കും. അഥവാ 15 സെക്കൻഡ് ആയിരിക്കും. 15 സെക്കൻഡ് ആയിരിക്കും എടുക്കുന്നത്. 1/4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡ്. 1/4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡ്. അപ്പൊ 1/7 നിറയാൻ 1/4 എടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്ക്, 4/7 ആണ് ആൾറെഡി നിറഞ്ഞിട്ടുള്ളത്. ഇനി നിറയാൻ എത്രയാ ബാക്കിയുള്ളത്? ഇനി നിറയാനുള്ളത് എത്ര ഭാഗാ? ഇനി നിറയാനുള്ളത് 3/7 ഭാഗമാണല്ലോ. ഇനി നിറയാനുള്ളത് എത്രയാ? 3/7 ഭാഗമാണ്. ഇനി നിറയാനുള്ളത് 3/7 ഭാഗമാണ്. ഇനി നിറയാനുള്ളത് 3/7 ആണ്. എങ്കിൽ 1/7 എത്രയാ? 15 സെക്കൻഡ് ആണ്. 1/7 എന്ന് പറയുന്നത് 15 സെക്കൻഡ് ആണെങ്കിൽ 3/7 എത്രയായിരിക്കും?
3/7 എന്ന് പറയുന്നത് 15 × 3 ആയിരിക്കും. 15 × 3 എത്രയായിരിക്കും? 45 സെക്കൻഡ് ആയിരിക്കും. 45 സെക്കൻഡ് ആണ് എന്തിനെടുക്കുന്നത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ 45 സെക്കൻഡ് ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, എത്ര ആളുകൾക്ക് കിട്ടി? ഒന്ന് റിയാക്ട് ചെയ്ത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. 4/7 നിറയാൻ 1 മിനിറ്റ് എടുക്കുന്നു എങ്കിൽ 1/7 നിറയാൻ, ഓക്കെ, ഈ 4 നമ്മൾ എന്ത് ചെയ്തു? 1 ആക്കി 4 കൊണ്ട് ഹരിച്ചു, അപ്പോഴാണ് 1/7 കിട്ടുന്നത്. അപ്പൊ 1/4 മിനിറ്റ് എടുക്കും. 1/4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡ് ആണ്. ഓക്കെ, 15 സെക്കൻഡ് കൊണ്ടാണ് 1/7 നിറയുന്നത്. നമ്മളോട് ചോദിച്ച കാര്യം എന്താ? 3/7 നിറയാൻ എടുക്കുന്ന സമയമാണ്. 3/7 നിറയാൻ എടുക്കുന്ന സമയം. 3/7 നിറയാൻ എത്ര എടുക്കും? 3/7 നിറയാൻ 3/7 ഇൻറ്റു 3 × 15 ആയിരിക്കും. കാരണം 1/7 നിറയാൻ 15 ആണ്. അപ്പൊ 3/7 നിറയാൻ 15 × 3 ആയിരിക്കും. 15 × 3 എന്ന് പറയുമ്പോൾ 45. 3/7 എങ്ങനെ കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ 3/7 നിങ്ങൾ നോക്ക്. 4/7 ആണ് നിറഞ്ഞിട്ടുള്ളത്. ടാങ്ക് മുഴുവനായിട്ട് നിറയാന്ന് പറഞ്ഞാൽ എത്രയാ? 7/7 ആവണം. 7/7 ആവുമ്പോഴാണ് ടാങ്ക് നിറയുന്നത്. അപ്പൊ 7/7 ആവാൻ 3/4 എത്ര കൂട്ടണം? 4/7 എത്ര കൂട്ടണം? 3/7 കൂട്ടണം. അങ്ങനെയാണ് ആ ഒരു 3/7 കിട്ടിയത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ശരിക്കും ഒന്ന് ചോദ്യം മനസ്സിരുത്തി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മനസ്സിരുത്തി വായിച്ചാൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ചിത്രങ്ങളിൽ ആകെ എത്ര വൃത്തങ്ങളുണ്ട്? ചിത്രങ്ങളിൽ ആകെ എത്ര വൃത്തങ്ങളുണ്ട്? ചിത്രത്തിൽ ആകെ എത്ര വൃത്തങ്ങളുണ്ട് എന്ന് പറ. 5 ആണോ, 7 ആണോ, 6 ആണോ, 8 ആണോ? ചിത്രത്തിൽ ആകെ എത്ര വൃത്തങ്ങളുണ്ട്? ഓക്കെ, ഇത് ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? പേൻ ഉപയോഗിച്ച് വരച്ചു നോക്കുക. ഓക്കെ, പേൻ ഉപയോഗിച്ച് വരച്ചു നോക്കുക. നോക്കിക്കോ, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഒരു വൃത്തമായി, ഒരു വൃത്തമായി. ഇനി അടുത്തത് 2 വൃത്തമായി. അടുത്തത് 3 വൃത്തമായി. അടുത്തത് 4 വൃത്തമായി. അടുത്തത് 5 വൃത്തമായി. 6 വൃത്തമായി. ലാസ്റ്റ് വൺ 7 വൃത്തമായി. ഇനി ഏതെങ്കിലും ഷെയ്ഡ് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇനി ഒന്നും ബാക്കിയില്ല. അപ്പൊ എത്രയാ? 7 സർക്കിൾസ് ഓൺ ദിസ് പിക്ചർ. 7 വൃത്തങ്ങളാണ് ചിത്രത്തിലുള്ളത്. അപ്പൊ ഓപ്ഷൻ ബി 7. അപ്പൊ നമ്മളോട് സാധാരണ ചോദിക്കാറുണ്ട്, ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട്? ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട്? ചിത്രത്തിൽ എത്ര വൃത്തങ്ങളുണ്ട് എന്നുള്ളത് നമ്മളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പേന എടുക്കുക. പേന എടുത്ത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതുപോലെ വരച്ചു നോക്കുക. വൃത്തങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇതുപോലെ എന്ത് ചെയ്യുക? അങ്ങനെ അതിന്റെ മുകളിലൂടെ നിങ്ങളൊന്ന് വരച്ചാൽ മതി. അപ്പൊ വര പോവാത്ത ഭാഗത്തൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ വരക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ചില ആളുകളൊക്കെ 8 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 8 എന്ന് പറഞ്ഞ ആളുകൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാന് നമ്മൾ എങ്ങനെ എണ്ണുകയാണെങ്കിലും എണ്ണം തെറ്റും. പക്ഷെ ഇതുപോലെ വരക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യൂല? നിങ്ങൾക്ക് അവിടെ എണ്ണം തെറ്റാനുള്ള സാധ്യത ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾ പാൻ ഉപയോഗിച്ച് വരച്ചു നോക്കുക. അതാണ് അതിനുള്ള ഏറ്റവും മാർഗം. ഇതെങ്ങനെ ആയിരുന്നില്ലേ നോക്കേണ്ടത്? യെസ്, ഇതിങ്ങനെ ആയിരുന്നു നോക്കേണ്ടത് അസ്ന. ഇതിങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ എന്ത് ചെയ്യും? വൃത്തം വീണ്ടും വീണ്ടും എണ്ണിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെ എണ്ണത്തിന് ഒരു അവസാനം ഉണ്ടായിരിക്കില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ വരച്ചിട്ടില്ലെങ്കിൽ എണ്ണത്തിന് ഒരു അവസാനം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ പരീക്ഷ കഴിയുന്നത് വരെ എണ്ണിക്കൊണ്ടിരിക്കും. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 12, 15, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 12, 15, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 60 ആണോ, 180 ആണോ, 180 ആണോ, 120 ആണോ,
240 ആണോ? ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന് മുൻപ് ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ഉത്തരം എ കമന്റ് ചെയ്ത ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, 60നെ 18 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 60നെ 18 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഓക്കെ, ഓപ്ഷൻ ബി കമന്റ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക. 180നെ 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 180നെ 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നിങ്ങളെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഹരിച്ചു നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പക്ഷെ ഇത് ചെയ്യേണ്ട രീതി ഉണ്ട്. എന്താണ് ചെയ്യേണ്ട രീതി എന്നറിയോ? ഇങ്ങനെയുള്ള ചോദ്യം അഥവാ 12, 15, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചത് എന്നറിയോ? യെസ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും LCM അഥവാ ലസാഗു എന്ന് പറയും. മലയാളത്തില് ലസാഗു എന്ന് പറയും. നിങ്ങൾ ഇവിടെ ലസാഗു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. LCM അഥവാ ലസാഗു ആണ് എടുക്കേണ്ടത്. ഇനി LCM എങ്ങനെ കാണും അതാണ് നമ്മൾ നോക്കേണ്ടത്. LCM കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളെ നിങ്ങൾ വരിക്ക് നിങ്ങൾ നോട്ട് ചെയ്യുക. 12, 15, 16 ഇത് മൂന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവയെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ അഥവാ അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറൈസേഷൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ 18 ആണ് അല്ലെ? ഓക്കെ, നിങ്ങൾ മലയാളം നോക്കിക്കോ. മലയാളം നോക്കിക്കോ. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച സമയത്തുള്ള മിസ്റ്റേക്കാ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യന് നേരെ സ്കാൻ ചെയ്തതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മിസ്റ്റേക്ക് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? 12, 15, 16 ഇവയെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യേണ്ടത്. അഥവാ അഭാജ്യ സംഖ്യ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഘടകങ്ങൾ എടുക്കുക. നമുക്ക് ആദ്യം 2 കൊണ്ട് എടുക്കാം. 2 കൊണ്ട് ഹരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കുക, 12നെയും 15നെയും 16നെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല, പറ്റില്ല. 15നെ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും 2 ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഘടകങ്ങൾ എടുക്കാം. 2 ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഘടകങ്ങൾ എടുക്കാം. 12നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടും. 16നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 8 കിട്ടും. 15നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 15നെ അതുപോലെ താഴേക്ക് എഴുതുന്നു. 15നെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് എഴുതുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു 3 കൊണ്ട് പറ്റില്ലേ എന്ന്. അങ്ങനെ 3 കൊണ്ട് പറ്റുകയാണെങ്കിൽ 16നെ 3 കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് 2 വെച്ചാൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ചെയ്യാത്തത് നമ്മൾ താഴോട്ട് അതുപോലെ ഇറക്കി എഴുതുന്നു. ഇനി ഒന്നുകൂടെ നമ്മൾ ഘടകം എടുക്കുക. 6, 15, 8 നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 2 കൊണ്ട് ഘടകം എടുക്കാം. 6 ഹരിക്കണം 2 ചെയ്യുമ്പോൾ 3 കിട്ടും. 15നെ ഹരിക്കാൻ പറ്റില്ല, അവിടേക്ക് താഴോട്ട് ഇറക്കി ഇടുന്നു. ഇനി അടുത്തത് 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാ? ഇനി നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കാനുള്ള സ്കോപ്പ് ഇല്ല. കാരണം ഇവിടെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 2 ഹരിക്കാൻ പറ്റുകയാണെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2 ഹരിക്കാൻ പറ്റുന്നത് 3നെ ഹരിക്കാം. അപ്പൊ നമ്മൾ 3 എടുത്തു. 3ൽ 1 3, 15ൽ 5 3, 4 നമ്മൾ താഴോട്ട് ഇറക്കിയിട്ടു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, 1നെയും 5നെയും 4നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ? ഒന്നല്ലാത്ത സംഖ്യ ഉണ്ടോ? കോമൺ ആയിട്ട് ഉണ്ടോ? 1, 5, 4 എന്നിവയെ കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒന്നല്ലാത്ത സംഖ്യ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? LCM കാണാൻ വേണ്ടി, ലസാഗു കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഈ പുറത്തുള്ള സംഖ്യകൾ ഉണ്ടല്ലോ, പുറത്തുള്ള സംഖ്യകളെ എന്ത് ചെയ്യുക? പരസ്പരം ഗുണിക്കുക. പുറത്തുള്ള സംഖ്യകളെ പരസ്പരം ഗുണിക്കുകയാണ് വേണ്ടത്. അഥവാ പുറത്തുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 2 ഗുണിക്കണം 3. നോട്ട് ചെയ്തോ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 1 ഗുണിക്കണം 5 ഗുണിക്കണം 4. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ലസാഗു കിട്ടും, LCM കിട്ടും. 2 ഗുണിക്കണം 2 4, 4 ഗുണിക്കണം 3 12, 12 ഗുണിക്കണം 5 60, 60 ഗുണിക്കണം 4 240 എന്ന് കിട്ടും. അപ്പൊ 240 ആണ് ഇതിന്റെ LCM ആയിട്ട് വരുന്നത്. 240 ആണ്. 240 ഓപ്ഷൻ ഡി 240 ആണ് ഉത്തരമായിട്ട് വരുന്നത്.
ഇങ്ങനെയാണ് നിങ്ങൾ LCM കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? അഭാജ്യ സംഖ്യ എടുത്ത് ഘടകങ്ങൾ എടുക്കുക, ഫാക്ടറൈസേഷൻ ചെയ്യുക, അവസാനം പുറത്തുള്ളവയെല്ലാം പരസ്പരം ഗുണിക്കുക. ഇങ്ങനെയാണ് ലസാഗു എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കിട്ടും. ലസാഗു എന്ന് പറഞ്ഞാൽ ലഘുതമ സാധാരണ ഗുണിതം എന്ന് പറയുന്നു. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നും പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കൂലേ? ഇത് ചെയ്യാൻ ടൈം എടുക്കുമോ? ഇത് സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇതൊക്കെ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ടൈം ഒന്നും എടുക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ കാര്യത്തിലൊന്നും ടെൻഷൻ ആവണ്ട. ഇതിപ്പോ ഈ രീതിയിൽ തന്നെ ചെയ്യാനുള്ളൂ, വേറൊരു രീതി ഇതിലില്ല. ഇത് വേറൊരു രീതി ഇല്ല എന്നുള്ളതാണ്. LCM കാണാൻ ഈ ഒരൊറ്റ രീതിയേ ഉള്ളൂ. പിന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ആണെങ്കിൽ ഇതൊന്നും ചെയ്ത് നോക്കാറില്ല. ഞാൻ എന്ത് ചെയ്യും? നേരെ ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അത് ഞാൻ എന്റെ മഹിമ പറഞ്ഞതല്ല. മാത്സ് കുറച്ചൊക്കെ പ്രാക്ടീസ് ആയിട്ടുള്ള, മാത്സ് കുറച്ച് ധാരണയുള്ള ആളുകൾക്ക് ഇതുപോലെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ഓപ്ഷനിലേക്ക് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള സംഖ്യകളെ താഴോട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഘടകങ്ങൾ എടുക്കുക. ഘടകങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഹരിച്ചു നോക്കുക. ഇതുപോലെ മോഡൽ തരാമോ? ഓക്കെ, ഒരു മോഡൽ ചോദ്യം തരാം. നിങ്ങൾ ചെയ്യൂലേ? ഓക്കെ, ഒരു മോഡൽ ഞാൻ തരാം, നിങ്ങൾ ചെയ്യും. ഞാൻ ഈ സ്ലൈഡ് മായ്ക്കാണ് കേട്ടോ. സ്ലൈഡ് മായ്ക്കുകയാണ്, എന്നാലേ മോഡൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചോദ്യം ഇതാണ്. നോട്ട് ചെയ്തോ? 15, 10, 20 ഇവയുടെ ലസാഗു കണ്ടുപിടിക്കൂ. 15, 10, 20. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും മലയാളം ക്വസ്റ്റ്യനും ഡിഫറൻസ് വന്നാൽ എന്താകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഓക്കെ, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? ഒരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെ കിട്ടും. ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ നിങ്ങൾ രക്ഷപ്പെട്ടു, അവിടെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിയോ? നമ്മൾ പറഞ്ഞ പോലെ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. നമുക്ക് എന്തുകൊണ്ടായിരിക്കാം? 2 കൊണ്ടായിരിക്കാം, 5 കൊണ്ടായിരിക്കാം. നമ്മൾ 2 കൊണ്ട് എടുക്കാം. 15 അരിക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ അതുപോലെ എടുക്കുന്നു. ബാക്കി 10 2 കൊണ്ടായിരിക്കുമ്പോൾ 5 കിട്ടും, 20 2 കൊണ്ടായിരിക്കുമ്പോൾ 10 കിട്ടും. ഇനി ബാക്കിയുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ടായിരിക്കാം. 15 5 കൊണ്ടായിരിക്കുമ്പോൾ 3 കിട്ടും, 5 5 കൊണ്ടായിരിക്കുമ്പോൾ 1 കിട്ടും, 10 5 കൊണ്ടായിരിക്കുമ്പോൾ 2 കിട്ടും. ഇനി ബാക്കിയുള്ളത് എന്താ? 3 1 2. ഇവയെ നമുക്ക് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളതെല്ലാം ഗുണിക്കുന്നു. 2 ഗുണിക്കണം 5 ഗുണിക്കണം 3 ഗുണിക്കണം 2. 2 ഗുണം 5 10, 10 ഗുണം 3 30, 30 ഗുണം 2 60 ആയിരിക്കും. LCM എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 15-നെയും 10-നെയും 20-നെയും ഗുണിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് പ്രയാസമുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ ചെയ്യാം. ഫസ്റ്റ് തന്നെ 5 എടുക്കാൻ പറ്റും, പ്രശ്നമില്ല. ആദ്യം തന്നെ എന്ത് ചെയ്യാം? 5 എടുക്കാം, പ്രയാസമില്ല. എങ്ങനെ എടുക്കാം? എടുക്കുന്ന സംഖ്യ അഭാജ്യ സംഖ്യ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, 5-ലാണ് നോക്കിയത്, ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങൾ അതിൽ പേടിക്കേണ്ട. 5 എടുക്കാം, 2 എടുക്കാം. നിങ്ങൾ ഇവിടെ 5 എടുത്ത് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ 2 എടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. നമുക്ക് ഏതും എടുക്കാം. എടുക്കുന്നതിൽ പ്രശ്നമില്ല. എടുക്കുന്നത് എന്താവണം? അഭാജ്യ സംഖ്യ ആവണം, പ്രൈം നമ്പർ ആവണം. പ്രൈം നമ്പർ ആയാൽ മതി. എന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി പ്രൈം നമ്പർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൈം നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അത് തീരില്ല. കാരണം അതൊരു വലിയ കോൺസെപ്റ്റാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രൈം നമ്പർ എന്ന് പറയുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ, പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് 2 3 5 ഒക്കെ പ്രൈം നമ്പറാ. 2-നും 3-നും 5-നും ആ സംഖ്യകളല്ലാത്ത ഘടകങ്ങളില്ല. അതാണ് പ്രൈം നമ്പർ. ആ സംഖ്യകളോ ഒന്നോ മാത്രമേ ഇവക്ക് ഘടകങ്ങളായിട്ടുള്ളൂ. 2-നെ 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. 3-നെ 3 കൊണ്ടും 5 കൊണ്ടും മാത്രമേ 3 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. 5-നെ 5 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രം നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. 7 പ്രൈം നമ്പർ ആണ്. 7-നെ 1 കൊണ്ടും 7 കൊണ്ടും മാത്രമേ പറ്റുള്ളൂ. 11 പ്രൈം നമ്പർ ആണ്. 13 പ്രൈം നമ്പർ ആണ്. 17 പ്രൈം നമ്പർ ആണ്. ഈ സംഖ്യകളൊക്കെ നമുക്ക്
ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റുകയുള്ളൂ. അതിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഓക്കെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ച് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു പെയ്ഡ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വാട്സപ്പിൽ കാറ്ററ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. 8590 672 089. ഓക്കെ, 8590672089 എന്നുള്ള നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മാത്സും ഇംഗ്ലീഷും ഒട്ടും ബേസിക് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. മാത്സും ഇംഗ്ലീഷും ഒക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്പേഴ്സിൽ നിന്നും തുടങ്ങിയിട്ടാണ്. നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നത് തന്നെ നമ്പറിൽ നിന്നാണ്. എണ്ണൽ സംഖ്യകളിൽ നിന്നും തുടങ്ങി ഭിന്നസംഖ്യകളും ഇങ്ങനെ തുടങ്ങി ദശാംശ സംഖ്യകള്, ശതമാനം, ശരാശരി, പലിശ, ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും തുടങ്ങി പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ടോപ്പിക്കും പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്നത്. മാത്സും ഇംഗ്ലീഷും ഒക്കെ പേടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പേടിയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്സും ഇംഗ്ലീഷും ഒരു പേടിയില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം അത്രയും സർഫസ് ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അത്രയും സർഫസ് ലെവൽ, ഒരു ശരാശരിയേക്കാൾ താഴ്ന്ന കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ, എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകണം, ക്ലാസ്സിൽ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ ദൃഢനിശ്ചയവും ഉറച്ച മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാക്കി നിങ്ങൾ പുറത്തു നിന്ന് ഒരു സോഴ്സും നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. ക്ലാസ്സിൽ തരുന്ന കാര്യങ്ങളും നമ്മുടെ ക്രാഷ് കോഴ്സും മാത്രം നിങ്ങൾ പഠിക്കണം. ഓക്കെ, ക്ലാസ് കേട്ടത് കൊണ്ട് ആയി എന്ന് ഞാൻ പറയുന്നില്ല. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാച്ച് കൊണ്ട് മാത്രം നിങ്ങൾക്ക് 100-ലധികം മാർക്കോട് കൂടി കാറ്ററ്റ് നേടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പ്രീവിയസ് ബാച്ചുകളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അത്രയും നല്ല റിസൾട്ട് നമുക്ക് എടുത്തു പറയാനുണ്ട്. അതുപോലെ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ക്രാഷ് ക്യാമ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, യൂട്യൂബില് കാറ്ററ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് അടിച്ചു കൊടുക്കുക. കാറ്ററ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോസ് കിട്ടും. അവിടെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, ഒരു ചോദ്യം പറയുന്നു, എന്നിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നു, ജാമിതിയുടെ പിതാവ് ആര്, യൂക്ലിഡ് എന്ന് പറയുന്നു. അവിടെ തീർന്നു. നമ്മൾ ജാമിതിയുടെ പിതാവ് യൂക്ലിഡ് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മാത്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സൈക്കോളജി ആണെങ്കിൽ പിയാഷി ഉത്തരം വരുന്ന ചോദ്യമാണെങ്കിൽ പിയാഷിയിൽ നമ്മൾ ഉത്തരം പറഞ്ഞു നിർത്തുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ടാവും, തെറ്റായ ഓപ്ഷൻ. ആ തെറ്റായ ഓപ്ഷനിലുള്ള എല്ലാ വ്യക്തികളെ കുറിച്ചുമുള്ള എല്ലാ ഫാക്റ്റുകളും എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രാഷ് ക്യാമ്പ് നടത്തുന്നത്. ഇങ്ങനെ ഒരു ക്യാമ്പ്, ഇങ്ങനെയൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പ് നൽകാൻ പറ്റും. അത് നിങ്ങൾ എവിടെയും നിങ്ങൾ എന്ത് ചെയ്തോ, സെർച്ച് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതിന് പുറമെ ഈ ഒരു ക്രാഷ് ക്യാമ്പ് കൂടെ ലഭിക്കുമ്പോൾ നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ക്ലാസ് റെക്കോർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമ്മുടെ പെയ്ഡ് ബാച്ച് എല്ലാം നമ്മൾ ആപ്പ് ത്രൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആപ്പിലൂടെ ആയിരിക്കും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ആപ്പിലൂടെ ആയിരിക്കും ലഭിക്കുന്നത്. അതുപോലെ വാട്സപ്പിൽ ഡിസ്കഷൻ ഗ്രൂപ്പുകളും അതുപോലെ നിങ്ങൾക്ക് അനൗൺസ്മെന്റ് നൽകാനുള്ള ഗ്രൂപ്പുകളെല്ലാം വാട്സപ്പിലുമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആരും ഇനി നിങ്ങൾ കേട്ടിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ ഇനി നിങ്ങൾ വൈകിക്കരുത്. ഈ ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കേട്ടിട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. 8590672089. ഇതാണ് DLED കേരള ലേണിംഗ് ആപ്പിന്റെ ഒഫീഷ്യൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ഇപ്പൊ ഒരു മെസ്സേജ് ഒന്ന് വാട്സപ്പില് എന്താ പറഞ്ഞെന്ന് വെച്ചാല്, ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്തു. അക്കാദമിയുടെ പേര് ഞാൻ എന്ത് ചെയ്യുന്നില്ല, റിവീൽ ചെയ്യുന്നില്ല.
കാരണം അത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് മറ്റൊരു അക്കാദമിയിൽ ജോയിൻ ചെയ്തു, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതുപോലെ ക്ലാസ്സുകൾ നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അക്കാദമിയുടെ പേര് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പറയുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് വെറുതെ തള്ളല്ല, ഈ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ പ്രൊമോഷൻ കണ്ട് അതിൽ ചതിയിൽപ്പെട്ട് കെണിയിൽ കുടുങ്ങിയ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ആളുകളോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിച്ച് ഉറപ്പുവരുത്താൻ പറ്റും. കാരണം നമ്മൾ പറയുന്നത് എന്താണോ അത് നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. കാരണം എനിക്ക് ഒരു വിശ്വാസമുണ്ട്. എനിക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവ ഭയമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് പറയണം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ആ ഒരു ധാർമ്മിക ബോധത്തിൽ അടിസ്ഥിതമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, പ്രവർത്തിക്കാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കാറ്ററ്റ് എന്ന് പറയുന്നത് മറ്റൊരു ആപ്പിലായിരിക്കും. ആ ആപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കാറ്ററ്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അതുപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന്റെയാണ് അടുത്ത ക്ലാസ്സിൽ സംഘടിപ്പിക്കേണ്ടത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്സ് പറയാം. ഇനി മറ്റു സബ്ജക്റ്റ് ആണെങ്കിൽ അത് പറയാം. മാത്സ് വേണമെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടത് അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, കൂടുതൽ ആളുകൾ മാത്സ് തന്നെയാണ് പറയുന്നത്. കുറച്ച് ആളുകൾ എന്ത് പറയുന്നുണ്ട്, ഇംഗ്ലീഷും പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ക്ലാസ് ഇനി അടുത്ത വീക്കെൻഡിലായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അടുത്ത ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും നിങ്ങളുടെ ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിന്റെയും അതുപോലെ തന്നെ മാത്സിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാം. നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ സമയം എന്ന് പറയുന്നത് രാത്രി 8:30 മുതൽ 10 മണി വരെയാണ്. രാത്രി 8:30 മുതൽ 10 മണി വരെ 1.5 മണിക്കൂർ ഡെയിലി ലൈവ് ക്ലാസ്സുകളായിരിക്കും, 8:30 to 10. അപ്പൊ ഞാൻ പറഞ്ഞു 3000 രൂപയുടെ കോഴ്സ് നമ്മൾ നിലവിൽ 1500 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിലവിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ, നിലവിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 1500 രൂപയ്ക്ക് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. 85 90 672 089 8590672089 എന്നുള്ള നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കാറ്ററ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നമ്മുടെ അഡ്മിഷൻ ലിങ്കിലുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്യും. ഡീറ്റെയിൽസ് എല്ലാം അയച്ചു നൽകുന്നതായിരിക്കും. ഓക്കെ, 1 മന്തിനല്ല 1500. നിങ്ങൾക്ക് കാറ്ററ്റ് പരീക്ഷ വരെയുള്ള ടോട്ടൽ കോഴ്സ് ഫീ ആയിരിക്കും 1500. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.